അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള മീഞ്ച മിയാപദവ് ബാളിയൂർ ടൗണിന്റെ കാത്തിരിപ്പ് അനന്തമായി നീളുന്നു. കർണാടകയിൽ നിന്നടക്കം ദിനവും നിരവധി പേർ എത്തുന്ന ഇവിടെ മതിയായ ശൌചാലയ സൗകര്യം പോലും ഇല്ല. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. തങ്ങൾ എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടതെന്നാണ് കാലങ്ങളായി അപകടം നേരിടുന്ന മീഞ്ച ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് പ്രദേശമായ ബാളിയൂരിലെ ജനങ്ങൾ ചോദിക്കുന്നത്. പഞ്ചായത്തിന്റെ ആസ്ഥാനമായ മിയാപദവ് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാന കേന്ദ്രം കൂടിയാണ് ബാളിയൂർ. അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ചെറുപട്ടണമായതിനാൽ തന്നെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നടക്കമുള്ള ദിനംപ്രതി നിരവധി ആളുകൾ വന്നുപോകുന്ന ചെറുപട്ടണമാണിത്. ഇവർക്ക് അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കാനുള്ള മതിയായ ശുചിമുറി സൗകര്യം പോലും ഇവിടെയില്ല. ദിവസവും 20ഓളം ബസ്സുകളാണ് ഇവിടെ എത്തുന്നത്. കൂടാതെ 30ലേറെ ഓട്ടോറിക്ഷകളും ഇവിടം കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്നുണ്ട്. ഇവർക്കെല്ലാം പറയാനുള്ളതും അസൗകര്യങ്ങളുടെയും അധികൃതരുടെ അനാസ്ഥയുടെയും കഥകൾ മാത്രവും. ഇവിടെ ആൾക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് വോട്ട് ചോദിക്കുന്നു. എങ്ങനെ ചോദിക്കുന്നത്, എന്ത് ചോദിക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്നെങ്കിൽ നമുക്കിവിടെ ഒരു ടൗണിലൊരു ടോയ്ലറ്റ് ശരിയായിട്ടില്ല. ഇപ്പോൾ ടൗണിൽ 4-10 ഭാഗത്തുനിന്നുള്ള ആൾക്കാർ വരുന്നു. 4 ഭാഗത്തുനിന്നുള്ള ആൾക്കാർ വന്നെങ്കിൽ അവർക്കൊരു അർജന്റിന് ഒരു മൂത്രിക്കനി പോകണമെങ്കിൽ വയ്യ നോക്കുമ്പോൾ മൂത്രം ബീറ്റന് പോയവർ തിരിച്ചിട്ട് അതിൻ്റെ ഡബിൾ സ്പീഡിൽ വരും. അങ്ങനത്തെ ടോയ്ലറ്റ് വയ്യുന്നുള്ളത്. അപ്പോൾ ഒരു ടോയ്ലറ്റ് ഇല്ല, ഒരു വ്യക്തിയില്ല. അത് പഞ്ചായത്തിൽ ടച്ച് ആയിട്ടുള്ളത്. ഈ ടച്ച് ആയിട്ട് എനിക്ക് കുടുംബശ്രീ ഉണ്ട്, അപ്പുറത്ത് പഞ്ചായത്ത് വീടുണ്ട്, ഇപ്പുറത്ത് ഹെൽത്ത് ഉണ്ട്, ഇപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്നവർക്കും രോഗം പിടിക്കും അങ്ങനത്തെ ടോയ്ലറ്റ് കണ്ടെങ്കിൽ. അത്ര ഒരു ഇതുള്ളത്. ആവശ്യത്തിന് തെരുവ് വിളക്കുകൾ ഇല്ലാത്തതിനാലും ഉള്ളവ പ്രകാശിക്കാത്തതിനാലും സന്ധ്യ മയങ്ങുമ്പോൾ തന്നെ ഈ ഭാഗത്താകെ ഇരുട്ട് പരക്കുന്നു. ഇതും ജനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ യാതൊരുവിധ ജാള്യതയും മനസ്താപവുമില്ലാതെ ഇത്തവണയും വോട്ട് തേടിയെത്തിയ മുന്നണികളോടും സ്ഥാനാർത്ഥികളോടും എങ്ങനെ പ്രതികരിക്കണമെന്നറിയാത്ത മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഇന്നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ഉപ്പള.